നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളിന്നേ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ചന്ദ്രാപിന്നി, അത് എടത്തിരുത്തി പഞ്ചായത്താണ്. ചന്ദ്രാപിന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പുതിയൊരു വർക്ക്. ഇന്ന് കല്ലിടലായിരുന്നു. ഇന്ന് തന്നെ ഈ വർക്ക് എടുത്ത എഞ്ചിനീയർ ഇന്ന് തന്നെ ഫൗണ്ടേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ കല്ലിടാനുള്ള സ്ഥലം കുറവാണ്. വണ്ടി വളരെ പരിമിതമാണ് വരുന്നത്. ഇപ്പോൾ ഒരു യൂണിറ്റിന് വണ്ടി വരുമോ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഉള്ള കല്ല് കയറ്റി അടിച്ചിട്ട് അതെടുത്ത് ഫൗണ്ടേഷൻ കുറച്ച് കോരി അതിട്ടു. പിന്നെ അങ്ങനെ ചെയ്ത് വരുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, കരിങ്കല്ല് പണി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫൗണ്ടേഷൻ എടുക്കുകയാണ്. അപ്പോൾ വരുന്ന കല്ല് കൈയോടെ ഇട്ട് വാട്ടർ ലെവൽ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ പൂഴിമണ്ണാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ, പെട്ടെന്ന് നല്ല നനവ് വന്നാലും പ്രശ്നമൊന്നുമില്ല, ഇരിക്കത്തില്ല. ഈർപ്പത്തോടുകൂടി കല്ല് ഈ കടയിൽ കിടന്നാലും ഇരിക്കില്ല, നല്ല ഉറപ്പ് കിട്ടും. വെള്ളം വന്നാലും തന്നെ പ്രശ്നമില്ല, അങ്ങനെ ചതുക്കുന്നതല്ല. അപ്പോൾ ഇവിടെ മെഷീൻ ഹിറ്റാച്ചി വെച്ചല്ല കോരുന്നത്, ആൾ നിന്നിട്ടാണ്, മാൻ പവറിലാണ് കോരുന്നത്. നമ്മുടെ ഇക്കന്മാരും ചേട്ടന്മാരാണ്, ഇവരാണിത് ഇവിടെ ഈ ഏരിയയിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ഫൗണ്ടേഷൻ എടുക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറേ കല്ല് വേസ്റ്റ് ആവാതെ കിട്ടും. ഇത് ലാഭകരമായൊരു പണിയാണ്. സമയം പിടിക്കുമെങ്കിലും കറക്റ്റ് വേരൊക്കെ വെട്ടിയെടുത്ത് നല്ല രീതിയിൽ ഈ ഫൗണ്ടേഷൻ, ഇത് 2 അടിയോളം താഴ്ച വരും ഫൗണ്ടേഷൻ, 2 അടി വീതി. അപ്പോൾ ഇതുപോലെ ചെയ്യണം, നല്ല വൃത്തിയിൽ അളവൊന്നും പോകില്ല, കുറേ കല്ല് വേസ്റ്റ് ആവില്ല. അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ തന്നെ പറയാനുള്ളത്, നമ്മൾ കരിങ്കല്ല് പാക്ക് ചെയ്യുമ്പോഴേ കൊണ്ടുപോകാം. അപ്പോൾ ആരും മാറിക്കോട്ടെ. അവിടെ വയ്ക്കാം. അപ്പോൾ കരിങ്കല്ല് നമ്മൾ കൊണ്ടുവന്ന് ഇതേപോലെ വണ്ടിയിൽ കൊണ്ടുവന്നു. സാധാരണ വണ്ടി കൊണ്ടുവന്നിട്ട് അടുപ്പിച്ചതിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇത് അങ്ങനെ തട്ടല പണി മൊത്തം തട്ടും. അപ്പം ഇങ്ങനെ ഇട്ടിട്ട് ഇതേപോലെ കല്ല് വീണ് കഴിഞ്ഞാൽ വെറുതെ ഈ കല്ലിനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിപ്പോൾ ജാമായി ഇങ്ങനെ ഇട്ടിട്ട് 2-3 ചീകൾ ഇതിൽ പറക്കിയിട്ട് ഇതിന് മേലൊരു കല്ലും പിടിച്ച് പരിപാടി കഴിക്കും. ഇതല്ല പണി. ഈ കരാറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പണിക്ക് സ്ട്രോങ് ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കുറേ ഉണ്ട്. അപ്പോൾ കരാറ് പണി ചെയ്യുമ്പോൾ കൊടുക്കുന്നവരും ചെയ്യിപ്പിക്കുന്നവരൊക്കെ ഇങ്ങനെ ചെയ്യാതിരിക്കുക. അതില്ല, ഇതുപോലെ ചെയ്യാം. ചേട്ടാ അത് നോക്കട്ടെ, ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കും. നോക്കട്ടാ, ഈ കല്ലിനെ കണ്ടോ, ഇതേ നീളത്തിലിടാം. കല്ലിൻ്റെ നീളമാണ് പ്രധാനം. അപ്പോൾ ഈ കല്ലിൻ്റെ എതിർവശത്ത് ലോക്ക് ഉണ്ടോ, ഇതായിരിക്കണം പണി ഇതുപോലെ ആയിരിക്കണം. ഇനിയിപ്പോൾ അടുത്തത് വലുതാണോ ചെറുതാണോന്നല്ല, കല്ല് കിട്ടി സൈഡിൽ വെച്ചു. അതിൻ്റെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ, ഇതിലേക്ക് ലോക്ക് ചെയ്തു. ചെറിയ ചീളുകൾ കിട്ടുന്നത് നമ്മളൊന്ന് അടിച്ചിരുത്തി കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഓല ലെയർ കല്ല് പൊന്തി വരുന്നത്. ഫസ്റ്റ് ലെയർ ഇതുപോലെ ചെയ്യണം. പിന്നെ ഈ മണ്ണ് ഇവിടെ ഇട്ട്, ഇത് ബലമില്ലാത്ത മണ്ണാണ്, ഇത് തിണ്ടിടിക്കും. അപ്പോൾ ഈ മണ്ണ് നമ്മൾ കോരി മാറ്റണം. അടുത്ത കല്ല് വരുമ്പോൾ ഈ മണ്ണ് കോരി മാറ്റിയിട്ട് വേണം ഇതേമാതിരി പണിത്. ഇതുകൊണ്ടോ പാക്കിങ് പോകുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ പാക്ക് ചെയ്താണ്. ഇതേമാതിരി ലോക്ക് ചെയ്തിട്ട് ഈ കാണുന്ന കേബിളിലേക്ക് ചീള് കയറ്റണം. ഇത് അതുപോലെ നമ്മൾ ഓരോ പറമ്പിൽ ചെല്ലുമ്പോൾ ചില സ്ഥലങ്ങളിൽ വെട്ടുകല്ലിൻ്റെ പ്രദേശമായിരിക്കും,
ചില സ്ഥലത്ത് ഇതുപോലത്തെ മണലായിരിക്കും. അപ്പോൾ അവിടുത്തെ ഭൂമി നോക്കിയിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കേണ്ടതും. ആ മണ്ണിന് ബലക്കുറവ് നോക്കണം, ഇരിക്കുമോ നോക്കണം. ഇവിടെ ഇരിക്കില്ല, ഇവിടെ നല്ല ബലമുള്ള സ്ഥലമാണ്. ഇത് പൂഴിമണ്ണാണെങ്കിലും തരിപ്പുഴിയാണ്, ഇരുത്തുന്നത്. ഇതിലുള്ള വെള്ളമൊക്കെ മാറ്റി നമ്മൾ ഇതിലേക്ക് വെള്ളമടിച്ച് കൊടുക്കുമ്പോൾ വെള്ളമടിച്ച് കലക്കാതെ നല്ല ടൈറ്റായിരിക്കും. ശരിക്കും എല്ലാ ഗ്യാപ്പിലേക്ക് ഇറങ്ങും. അപ്പോൾ പൂഴിമണ്ണ വെച്ചിട്ട് വെറുതെ വലിച്ചു വാരി ഫൗണ്ടേഷൻ ഇടരുത്. ഇതുപോലൊക്കെ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉറപ്പ് വേണം. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ, മേൽത്തറയുടെ വീഡിയോ ആയിട്ട് അടുത്ത് വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.